വാക്യങ്ങൾ നോട്ട് ചെയ്തോണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യവും അതുപോലെ 14-ാം അധ്യായം 16-ാം വാക്യവും 14-26 ഒന്നുകൂടെ വാക്യങ്ങൾ പറയാം. യോഹന്നാൻ 16-7, യോഹന്നാൻ 14-16, യോഹന്നാൻ 14-26. ഈ 3 വാക്യങ്ങൾ ഒരാൾ തന്നെ വായിച്ചാലും കുഴപ്പമില്ല, 3 പേര് വായിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട വേദഭാഗങ്ങൾ ദയവായി വായിച്ചാട്ടെ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. 14-16 വായിച്ചാട്ടെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 14-26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. താങ്ക് യു സിസ്റ്ററെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സിലായാലും ദൈവവചനം സംസാരിക്കുമ്പോഴായാലും ദൈവവചനം വായിച്ചു തരുന്നത് അത് വളരെ അനുഗ്രഹമാണ്. വായിക്കുന്നതിലും വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ കർത്താവ് തിരുവായി മൊഴിഞ്ഞ് പ്രസ്താവിച്ച 3 ഭാഗങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. കർത്താവായ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ശേഷം പിതാവിനോട് വാങ്ങി തനിക്കായി കാത്തിരിക്കുന്നവർക്ക് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ അയച്ചു തരും എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള 3 പരാമർശങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 3 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരേ പദമുണ്ട്. ഏതാണെന്ന് പറയാമോ? ആർക്ക് വേണേലും പറയാം. മൂന്ന് വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന അത് തന്നെ. അപ്പൊ ഈ 3 വാക്യങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരേ പദമാണ് കാര്യസ്ഥൻ എന്ന പദം. പരിശുദ്ധാത്മാവിനെ കർത്താവ് അയക്കുമെന്ന് പറഞ്ഞപ്പോൾ കാര്യസ്ഥനെ അയക്കും എന്നുള്ള 3 പരാമർശങ്ങളാണ് ഈ 3 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ഇവിടെ എങ്ങനെയാ വിളിച്ചിരിക്കുന്നത്? കാര്യസ്ഥൻ എന്നാണ്. കാര്യസ്ഥൻ. ഈ കാര്യസ്ഥൻ എന്നുള്ള വാക്കിന് മൂലഭാഷയിൽ ഒരു പദം കൊടുത്തിട്ടുണ്ട്. മൂലഭാഷ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ. ആ പദം പാരക്ലീറ്റോസ് എന്നാണ്. എന്താണ്? പാരക്ലീറ്റോസ്.
ഇപ്പൊ കാര്യസ്ഥൻ എന്നുള്ളതായിരിക്കുന്ന ആ പദത്തിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഏത്? പാരക്ലീറ്റോസ്. അതിന്റെ അർത്ഥം, പാരക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹായിപ്പാൻ കൂടെ നിൽക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ്? സഹായിപ്പാൻ കൂടെ നിൽക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. ഞാൻ പോയി സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. അപ്പം അതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പാരക്ലീറ്റോസ്. അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, സഹായിപ്പാൻ കൂടെ നിൽക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ യേശു ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം, ഇതുവരെയും നിങ്ങളെ സഹായിപ്പാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതാ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിപ്പാൻ ഇതുവരെ ഞാനുണ്ടായിരുന്നു. എന്നാൽ ഞാന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റൊരു കാര്യസ്ഥനെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അയച്ചു തരും. എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം പിതാവിനോട് വാങ്ങി പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് കൂടെ ഇരിപ്പാൻ, നിങ്ങളെ സഹായിപ്പാൻ നിങ്ങൾക്ക് അയച്ചു തരും എന്നാ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് പാരക്ലീറ്റോസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. ഇനി അടുത്തതായി ശ്രദ്ധിക്കണം, പാരക്ലീറ്റോസ് അഥവാ സഹായിപ്പാൻ കൂടെ നിൽക്കുന്ന ആള് എന്നർത്ഥം വരുന്ന ഈ മൂലഭാഷയിലെ ഈ വാക്ക് തർജിമ ചെയ്താൽ അതിന് പല അർത്ഥങ്ങളുണ്ട് കേട്ടോ, പല അർത്ഥങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് ഞാൻ പറയാൻ പോവുകയാണ്. പാരക്ലീറ്റോസ് എന്ന് പറയുന്നതായ മൂലഭാഷയിലെ ഈ വാക്ക് തർജിമ ചെയ്താൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. ഹെഡിങ് അങ്ങനെ വേണം എഴുതാൻ. ആ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നാം പഠിക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ ഒന്നാമത്തെ അർത്ഥം ഹെഡിങ് എഴുതിയല്ലോ. ഒന്നാമത്തെ അർത്ഥം വക്കീൽ എന്നാണ്. വക്കീൽ, ലോയർ, വക്കീൽ എന്നാണ് ഒന്നാമത്തെ അർത്ഥം. അപ്പം പാരക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ അത് തർജ്ജമ ചെയ്താൽ കിട്ടുന്ന ഒരർത്ഥമാണ് ഏത്? വക്കീൽ, വക്കീൽ. അപ്പം അതിന് ആ അർത്ഥം വരാനായിട്ടുള്ള കാരണം, ഈ LLB ഒക്കെ പഠിച്ചാലേ നമുക്കൊരു വക്കീലാകാൻ പറ്റുള്ളൂ അല്ലേ? വക്കീലന്മാർ എവിടെ ജോലി ചെയ്യുന്നവരാ? കോടതിയിൽ അല്ലേ? കോടതി. അപ്പൊ ദൈവമക്കളാകുന്ന നമുക്ക് കോടതി ഭാഷ അറിയത്തില്ല. അറിയാമോ? LLB പഠിച്ച ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കറിയാം. അല്ല എങ്കിൽ കോടതി ഭാഷ നമുക്ക് ആർക്കും അറിയില്ല. കോടതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് കോടതി ഭാഷ എന്ന് പറയുന്നത്. സാധാരണ വാക്കുകൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ആര്? വക്കീലന്മാര്. ഭയങ്കര എന്റെ ബോർഡും കൂടെ
എന്നോട് എല്ലാം പറഞ്ഞതാണോ? ദയവായി നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ പാരക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ അർത്ഥം എന്താണ്? വക്കീൽ. അതിന്റെ അർത്ഥം എന്തിനാണ് ആ പേര് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ, നമുക്ക് ദൈവിക കോടതിയിൽ, ദൈവസന്നിധിയിൽ പറയാനുള്ള വാക്കുകൾ നമുക്കറിയില്ല. ദൈവത്തിന്റെ സന്നിധി ഒരു കോടതിയാണ് കേട്ടോ, ദൈവിക കോടതി. അപ്പോൾ ഈ കോടതി ഭാഷ, ദൈവസന്നിധിയാകുന്ന ആ കോടതിയിൽ പറയേണ്ടതായ വാക്കുകൾ നമുക്കറിയത്തില്ല, മനുഷ്യരായ നമുക്ക് അറിയില്ല. ദൈവം ആരാ? ന്യായാധിപനാ കേട്ടോ. ആ ദൈവത്തിന്റെ മുമ്പിൽ, ആ ദൈവിക കോടതിയിൽ നമ്മളെ ഹാജരാക്കിയാൽ നമുക്ക് അവിടെ പറയാനുള്ള വാക്കുകൾ നമുക്ക് പരിചയമില്ല, നമുക്കറിയില്ല. നമ്മള് കേവലം മനുഷ്യരാണ്. അപ്പോൾ നമ്മെ വാസ്തവമായി അറിയുന്ന പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ദൈവസന്നിധിയിൽ ന്യായാധിപനായിരിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ് ആര്? പരിശുദ്ധാത്മാവ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ആ പാരക്ലീറ്റോസ് എന്ന് പറയുന്നതായ വാക്കിന് ഏതർത്ഥം കൊടുത്തിരിക്കുന്നത്? വക്കീൽ എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നത്. നമ്മൾ വാസ്തവത്തിൽ ദൈവസന്നിധിയിലൊക്കെ നമുക്കറിയാവുന്ന ഭാഷകൾ ഉപയോഗിച്ചാ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അതിനകത്ത് ഗ്രാമർ ശരിയാണോ എന്നൊക്കെ നമ്മൾ നോക്കിയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കേട്ടാൽ അറിയാം എത്രയോ ഗ്രാമറൊക്കെ നമ്മൾ തെറ്റിച്ചാ പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. അല്ല, ഒരു ഭാഷാ പണ്ഡിതൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇരുന്നെന്നിരിക്കട്ടെ, ആ പ്രാർത്ഥന കഴിയുമ്പോൾ ആ ഭാഷാ പണ്ഡിതൻ പറയും, ഇന്നിന്ന വാക്കുകളൊക്കെ തെറ്റിപ്പോയി കേട്ടോ, അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയും. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ ഇടയ്ക്ക് കർത്താവേ എന്നൊക്കെ വിളിക്കത്തില്ലേ? അസ്ഥാനങ്ങളിലൊക്കെ കർത്താവേ എന്ന് വിളിച്ചാൽ പോലും അർത്ഥം മാറും കേട്ടോ. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ രോഗിയായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ എന്നറിയാതെ പറഞ്ഞു പോയാൽ തോന്നും കർത്താവ് പനി പിടിച്ചിരിക്കുക എന്നല്ലേ എന്റെ അർത്ഥം വരുന്നേ? അല്ലേ? അറിയാതെ ഇടയ്ക്ക് കർത്താവെന്ന് വിളിച്ചു പോയതാ, പക്ഷെ അർത്ഥം മാറിയില്ലേ? എന്റെ ഭാര്യ ഗ്ലോറി എന്ന് ഞാൻ പറഞ്ഞാൽ തോന്നും എന്റെ ഭാര്യയുടെ പേര് ഗ്ലോറി എന്നാണ് ചിലപ്പോ തോന്നിപ്പോകത്തില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഗ്രാമറൊക്കെ മിസ്റ്റേക്ക് വന്നാലും നമുക്ക് ദൈവ കോടതിയിൽ ആരുണ്ട്? നമ്മളെ അറിയുന്ന പരിശുദ്ധാത്മാവ്. നമുക്ക് വേണ്ടി പിതാവിന്റെ മുൻപിൽ പക്ഷപാതം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി വാദിക്കുവാൻ, അതേ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരാളാണ് ആര്? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, പാരക്ലീറ്റോസ്. ഇനി രണ്ടാമത്തെ അർത്ഥം സഹായകൻ. സഹായകൻ. പാരക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ അർത്ഥം എന്താണ്? സഹായകൻ, ഹെൽപ്പർ. അപ്പം നമുക്കൊരു സഹായത്തിന്റെ ആള് വേണ്ടി വരുന്നത് എപ്പോഴാ? നമ്മൾ ബലഹീനരായി തീരുമ്പോഴാ, അല്ലേ? ഏതെങ്കിലും രോഗമൊക്കെ വന്ന് നമ്മുടെ ബലമൊക്കെ ക്ഷയിക്കുമ്പോഴാണ് നമ്മളെ പിടിച്ചോണ്ട് പോകാനും പിടിച്ചോണ്ട് വരാനും ഒക്കെ ഒരാളിന്റെ ആവശ്യം വരുന്നത്, ഒരു ഹെൽപ്പറിന്റെ ആവശ്യം, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ
പാരക്ലിറ്റോസ് നമ്മോട് കൂടെ ആരായിട്ടുണ്ട്? ഒരു ഹെൽപ്പറായിട്ടുണ്ട്. പലപ്പോഴും ജീവിതമാകുന്ന ആ മേടുകൾ ചവിട്ടിക്കയറുവാൻ കഴിയാതെ നമ്മള് മാനസികമായും ആത്മീയമായിട്ടൊക്കെ ക്ഷീണിതരാകുമ്പോ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു ഹെൽപ്പറാണ് ആര്? പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രിയിലും ഈ ക്ലാസ്സിൽ നമ്മൾ ബലത്തോടും ആരോഗ്യത്തോടും കൂടെ ഇരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഈ ഹെൽപ്പറാകുന്ന പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഉള്ളത് കൊണ്ടാകട്ടോ. അപ്പോൾ പാരക്ലിറ്റോസ് എന്ന് പറയുന്നതായ ഈ കാര്യസ്ഥൻ അവൻ ആരും കൂടെയാണ്? ഒരു ഹെൽപ്പറാണ്. നമ്മെ വഴി നടത്തുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഹെൽപ്പറാണ് ആര്? പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ അർത്ഥം ആശ്വാസപ്രദൻ എന്നാണ്. എന്താണ് ആശ്വാസപ്രദൻ? കംഫോർട്ടർ. എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും, ഇല്ലേ? കഴിഞ്ഞ നാളുകളിൽ എത്രയോ വേദനകളിൽ കൂടെ നമ്മൾ കടന്നുപോയില്ലേ? എത്രയോ ദുഃഖങ്ങളിൽ കൂടെ, കഷ്ടങ്ങളിലൂടെ നാം കടന്നുപോയില്ലേ? ആ സമയത്ത് നമ്മുടെ സഹവിശ്വാസികൾ നമ്മളെ ആശ്വസിപ്പിച്ച് കാണും. നമ്മുടെ സഭാ ശുശ്രൂഷകൻ നമ്മെ ആശ്വസിപ്പിച്ച് കാണും. പക്ഷേ യഥാർത്ഥ ആശ്വാസം തരുവാൻ കഴിവുള്ളവൻ ആരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഏതർത്ഥം? ആശ്വാസപ്രദൻ. പലപ്പോഴും ഏകാന്തതയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നമുക്കാരും ഇല്ലാഞ്ഞിട്ടല്ല. നമുക്ക് മാതാപിതാക്കൾ കാണും, നമ്മുടെ ഭർത്താവ് കാണും, ഭാര്യ കാണും, മക്കള് കാണും, ബന്ധുക്കള് കാണും, ചാർച്ചക്കാര് കാണും, ഒക്കെ ശരിയാ. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏകാന്തതയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നാൽ ആ സമയത്തും നമ്മളെ ആശ്വസിപ്പിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ അർത്ഥമാണ് ആശ്വാസപ്രദൻ, കംഫോർട്ടർ. ഇനി അടുത്ത അർത്ഥം, നാലാമത്തെ അർത്ഥം കൗൺസിലർ എന്നാണ്. കൗൺസിലർ. നമുക്കറിയാം, നമ്മൾ പാർക്കുന്ന ദേശത്തും കൗൺസിലിംഗ് ചെയ്തവരുണ്ട്, അല്ലെ? കൗൺസിലർമാരുണ്ട്. എപ്പോഴാണ് ഒരു കൗൺസിലറിന്റെ ആവശ്യം വരുന്നത്? അതിന്റെ ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചില കാര്യങ്ങളെ ഉപദേശിച്ചു തരാൻ ആരുമില്ലാതെ വരും. ഏതാണ് നേരായ പാത, അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ നേരായ കാര്യങ്ങൾ എന്താണ്, നമുക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ലാതെ വരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ ഉപദേശിച്ച് സഹായിപ്പാൻ പരിശീലനം നേടിയവരാണ് ആര്? കൗൺസിലർ. അങ്ങനെയാണെങ്കിൽ പാരക്ലിറ്റോസ് എന്ന കാര്യസ്ഥൻ നമുക്ക് ആരാണെന്നറിയാമോ? ഒരു കൗൺസിലറാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം, നാം നടക്കേണ്ട വഴി അവൻ ഉപദേശിച്ച് നേരായ പാതയിൽ കൂടെ നമ്മെ നടത്തുന്നവനാണ് ആര്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പാരക്ലിറ്റോസ് എന്ന് പറയുന്നത് വാക്കിന് ഈ അർത്ഥം വന്നത്. ഏതർത്ഥം?
ആ കൗൺസിലർ എന്നുള്ളതായ അർത്ഥം. ഞാനിപ്പോ 4 അർത്ഥങ്ങളാണ് പറഞ്ഞത്. ഇനി 5ാമത്തെ അർത്ഥം മധ്യസ്ഥൻ എന്നാണ്. എന്താണ് മധ്യസ്ഥൻ? ദ മീഡിയേറ്റർ. അപ്പൊ പരിശുദ്ധാത്മാവ് ആരും കൂടാണ്? ഒരു മധ്യസ്ഥനാണ്, മീഡിയേറ്ററാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത വഹിക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് ആര്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അപ്പൊ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ദൈവത്തോട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? മധ്യസ്ഥത വഹിക്കുന്ന ഒരു കാര്യസ്ഥനാണ്. അതാണ് 5ാമത്തെ അർത്ഥം. 5ാമത്തെ അർത്ഥം. ഇനി 6ാമത്തെ മറ്റൊരർത്ഥമുണ്ട്. ശക്തീകരിക്കുന്നവൻ എന്നാണ് അടുത്ത അർത്ഥം. എന്താണ്? ശക്തീകരിക്കുന്നവൻ. സ്ട്രെങ്തനർ. എപ്പോഴാണ് നമുക്ക് ശക്തി ആവശ്യമായി വരുന്നത്? നമ്മൾ അശക്തരായി തീരുമ്പോഴാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആരായിത്തീരും? അശക്തരായിത്തീരും. അതൊരു പക്ഷേ മാനസികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ശാരീരികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയമായിട്ടായിരിക്കാം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആരായി പോകും? അശക്തരായി പോകും. നമ്മുടെ ശക്തി ഇല്ലാതായിത്തീരുന്ന സന്ദർഭങ്ങൾ വരും. അത് ഒരുപക്ഷെ മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടായിരിക്കാം, മറ്റുള്ളവരുടെ പ്രവർത്തികൾ കൊണ്ടായിരിക്കാം. ഏതായിക്കൊള്ളട്ടെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആരായിത്തീരുവാൻ സാധ്യതയുണ്ട്? അശക്തരായി തീരുവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൗത്യമാണ് ആർക്കുള്ളത്? പരിശുദ്ധാത്മാവിനുള്ളത്. അതുകൊണ്ടാണ് പാരക്ലീറ്റോസ് എന്ന് പറയുന്നതായ വാക്കിന് ഈ അർത്ഥം വരാൻ കാരണം. ഏതർത്ഥം? ശക്തീകരിക്കുന്നവൻ എന്ന അർത്ഥം. നമുക്കറിയാമല്ലോ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് 2 കൊരിന്ത്യ ലേഖനം വായിച്ച് 12-ാം അധ്യായം വായിക്കുമ്പോൾ തന്റെ വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് താൻ നിഗളിച്ചു പോകുമെന്ന് തോന്നിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ദൈവം അവനൊരു ശൂലം കൊടുത്തു, അല്ലെ? സാത്താന്റെ പക്കൽ ഒരു ശൂലമേൽപ്പിച്ചു. അപ്പൊ സാത്താന്റെ ജോലി എന്തുവാ? ഇടയ്ക്കിടയ്ക്ക് പൗലോസിനെ ഇങ്ങനെ കുത്തുക എന്നുള്ളതാണ് കേട്ടോ. ആ പൗലോസ് ആ ശൂലം മാറി കിട്ടേണ്ടതിന് വേണ്ടി ദൈവത്തോട് 3 വട്ടം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. പൗലോസ് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒരുവനാകട്ടോ, ഒരു ചെറിയവനല്ല. എല്ലാ കൃപാവരങ്ങളും തനിക്കുണ്ട്. താൻ 14 ലേഖനങ്ങൾ എഴുതുവാനിടയായി. താന് വെറും ഒരു മനുഷ്യനായിരുന്നില്ല, ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു. ആര്? പൗലോസ്. പക്ഷേ
പൗലോസിനെ കുത്തുന്നതായിരിക്കുന്ന ആ ശൂലം അതെന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല വേദപുസ്തകത്തിൽ. എന്തുവായിക്കൊള്ളട്ടെ, ആ ശൂലം ഒന്ന് മാറിക്കിട്ടേണ്ടതിന് വേണ്ടി പൗലോസ് 3 വട്ടം എന്ത് ചെയ്തെന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിച്ചതുപോലെ ശൂലം എന്ത് ചെയ്തില്ല, മാറിക്കിട്ടിയില്ല. ദൈവം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഏത് പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ട് കേട്ടോ. പക്ഷെ പൗലോസിന് കൊടുത്ത മറുപടി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി. അപ്പോൾ ശൂലം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിലും അതിന് കിട്ടിയ മറുപടി ഒന്ന് ദൈവകൃപയും മറ്റൊന്ന് ദൈവശക്തിയുമാണ്. ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി ഒന്ന് ഓർപ്പിക്കുക, എന്റെ വിഷയം അല്ലെങ്കിലും ഞാനൊന്ന് ഓർപ്പിക്കുക. ദൈവം നമുക്ക് തരുന്ന മറുപടിയിൽ പോലും കേട്ടോണേ, അത് നിത്യതയോടുള്ള ബന്ധത്തിലുള്ള മറുപടിയാ ദൈവം തരുന്നത് കേട്ടോ. നിത്യതയുമായി ബന്ധപ്പെട്ട മറുപടിയാ ദൈവം തരുന്നത്. നമുക്ക് ചിലപ്പോൾ താൽക്കാലികമായിരിക്കുന്ന ഒരു ആശ്വാസത്തിനായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചത്. പക്ഷേ ദൈവം അതിന് തരുന്ന മറുപടി എന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെട്ട മറുപടിയെ. മനസ്സിലായോ? ഒരുപക്ഷെ ദൈവത്തിനറിയാം, ഇവൻ വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഇവൻ നിഗളിച്ചു പോയാൽ അവൻ ദൈവസന്നിധിയിൽ നന്യപ്പെട്ടു പോകും, നിത്യതയിൽ ചെല്ലത്തില്ലെന്ന് ദൈവത്തിനറിയാം കേട്ടോ. ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണെന്നറിയാമോ? നമ്മളെല്ലാം ദൈവം വിളിച്ചു വേർതിരിച്ചത് ഈ ലോകത്തിന്റെ നന്മ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച് ഇവിടെ മരിക്കാനല്ല കേട്ടോ. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് നിത്യതയിൽ ചെല്ലാൻ വേണ്ടിയാ. അതുകൊണ്ട് നിത്യത നഷ്ടപ്പെടുന്ന ഒരു മറുപടിയും ദൈവം നമുക്ക് തരത്തില്ല. നമ്മൾ ചോദിച്ചതുപോലെ ചിലതിന് മറുപടി കിട്ടിയാലുണ്ടല്ലോ, നമ്മൾ നിത്യതയിൽ എത്തത്തില്ല. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിലെ നന്മയല്ല മുഖ്യം, നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ നിത്യതയിൽ ചെന്നെത്തുവാനായിട്ടിടയാകണം. നമ്മൾ വചനം പഠിച്ചത് കൊണ്ടോ ആരാധനയ്ക്ക് പോയത് കൊണ്ടോ നമ്മൾ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തത് കൊണ്ടോ അത് നിത്യതയുമായിട്ടുള്ള ബന്ധത്തിലാണ് ദൈവം അംഗീകരിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവം ആഗ്രഹിക്കുന്നത് നിത്യതയിൽ കാണപ്പെടണമെന്നുള്ളത്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹ ഉദ്ദേശം അതായിരിക്കണം. എന്തായിരിക്കണം? നിത്യതയിൽ ചെന്നെത്തുവാനായിട്ടിടയാകണം. ഞാൻ മടങ്ങി വരട്ടെ. ഏഴാമത്തെ അർത്ഥം, 7 അർത്ഥങ്ങളാണ് ഞാൻ പറയുന്നത്. 7ാമത്തെ അർത്ഥം കൂടെ നിൽക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. പാരക്ലിറ്റോസ് എന്ന് പറഞ്ഞാൽ 7ാമത്തെ അർത്ഥം എന്താണ്? കൂടെ നിൽക്കുന്നവൻ. ഹു സ്റ്റാൻഡ് വിത്ത്, കൂടെ നിൽക്കുന്നവൻ. ഏതൊരവസരത്തിലും നമ്മെ വിട്ടുപോകാതെ നമ്മോടുകൂടെ നിൽക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നോക്കിക്കേ, കൂടെ നിൽക്കുന്നവൻ എന്നാണ് 7ാമത്തെ അർത്ഥം. ഇന്ന് രാത്രിയിലെ ക്ലാസ് പഠനത്തോടുള്ള ബന്ധത്തിലാണ് നാം ചിന്തിച്ചതെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഈ പഠനം വളരെ അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മൂലഭാഷ എന്താണ്? പാരക്ലിറ്റോസ്. അതിന്റെ അർത്ഥം എന്താണ്? സഹായിപ്പാൻ കൂടെ നിൽക്കുന്നവൻ.
ആ വാക്ക് തർജ്ജമ ചെയ്താൽ 7 അർത്ഥങ്ങൾ ലഭിക്കുമെന്നാണ് നാം ഇതുവരെ ചിന്തിച്ചത്. 1 വക്കീൽ, 2 സഹായകൻ, 3 ആശ്വാസപ്രദൻ, 4 കൗൺസിലർ, 5 മധ്യസ്ഥൻ, 6 ശക്തീകരിക്കുന്നവൻ, 7 കൂടെ നിൽക്കുന്നവൻ. ഈ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി അടുത്തതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്ന കാര്യം, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കാൻ പോകുന്ന കാര്യം, വിശ്വാസിയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എന്നതിനെ സംബന്ധിച്ചാണ്. വിശ്വാസിയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം, അത് വളരെ പ്രാധാന്യമേറിയതായ ഒരു പഠനമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ആ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ, നോട്ട് ചെയ്യണം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം, 2 കൊരിന്ത്യർ 1:22, എഫേസ്യർ 1:14, എഫേസ്യർ 4:30. വാക്യങ്ങൾ എഴുതിയല്ലോ. അതിലേതെങ്കിലും ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. മതി, താങ്ക് യു. അപ്പൊ ആത്മാവ് കൊണ്ട് ഒരു വിശ്വാസിയെ കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? മുദ്രയിട്ടിരിക്കുകയാണ്. അതിന് ആത്മമുദ്ര എന്ന് പറയാം. ആത്മമുദ്ര എന്ന് പറഞ്ഞാൽ നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിടുന്നത് ആരാണ്? ദൈവമാണ്. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ആ നിമിഷത്തിൽ തന്നെ ദൈവം എന്ത് ചെയ്യുകയാണ്? മുദ്രയിട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മ നിറവൊന്നും അല്ലത് കേട്ടോ. അപ്പൊ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഒരുവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ദൈവം ചെയ്യുന്നതായ ഒരു ക്രിയയാണിത് കേട്ടോ. അതെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ആ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം എന്ത് ചെയ്യുന്നു? മുദ്രയിടുകയാണ്, സീൽ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ദൈവത്തിന്റെ വകയായി തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് ആയാലും മറ്റൊരു റെക്കോർഡ്സ് എന്തെങ്കിലും ആയാലും അതിന്റെ അടിയിൽ ഒരു മുദ്രയുണ്ടല്ലേ, ഒരു സീലുണ്ട്. ആ മുദ്ര വെളിപ്പെടുത്തുന്നത് അതിന്റെ അധികാരി, അതിന്റെ ഉടമസ്ഥൻ ആരാണ് എന്നാ. അപ്പൊ നമ്മുടെ മേൽ ഉള്ള മുദ്ര എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം നമ്മളെ എപ്പോഴാ മുദ്രയിടുന്നത്? നാം രക്ഷിക്കപ്പെടുമ്പോഴാണ്. പാപിയായി ജീവിച്ചതായ ഒരു വ്യക്തി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവൻ കർത്താവിന്റെ വകയായി തീർന്നു എന്നുള്ളതിന് ആ അടയാളമായിട്ട് ദൈവം നമ്മെ എന്ത് ചെയ്യുകയാണ്? പരിശുദ്ധാത്മാവ് കൊണ്ട് എന്ത് ചെയ്യുകയാണ്? മുദ്രയിടുകയാണ്. ആ നിമിഷം മുതൽ നമുക്കൊരു ഉടമസ്ഥനുണ്ടെന്ന്
ആ മുദ്ര വെളിപ്പെടുത്തുകയാണ്. ഈ ഗവൺമെന്റ് റെക്കോർഡ്സിലെല്ലാം ആ ഗവൺമെന്റിന്റെ മുദ്രയില്ലേ എന്ന് പറഞ്ഞാൽ അത് വിലപ്പെട്ടതായ ഒരു റെക്കോർഡാണെന്ന് കാണിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അക്ഷരീയമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും നാം രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ എന്ത് ചെയ്തു? മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ മുദ്ര വെളിപ്പെടുത്തുന്നത് എന്താണ്? നാം സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ വകയാണ് എന്ന് ആ മുദ്ര എന്ത് ചെയ്യുകയാ? വെളിപ്പെടുത്തുകയാണ്. അത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാകട്ടോ. തന്റെ ആത്മാവ് കൊണ്ട് നമ്മളെ എല്ലാം കർത്താവ് എന്ത് ചെയ്തിട്ടിരിക്കുന്നതാണ്? മുദ്രയിട്ടിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ വകയായി തീർന്നെന്നുള്ളതാണ്. ഇനി ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല. നമ്മെ ശത്രു തൊടാതെ വണ്ണം, നമ്മെ ശത്രു തകർക്കാതെ വണ്ണം നമുക്കൊരു ഉടമസ്ഥനുണ്ട് എന്നാണ് ഈ മുദ്ര വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവമക്കളും തമ്മിലുള്ള ഒരു ബന്ധമാണിത്. പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരു ദൈവ പൈതലിനെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. 2, മുമ്പേ വായിച്ച വാക്യത്തിൽ തന്നെ വേറൊരു വാക്ക് കണ്ടല്ലോ, അച്ചാരം. അച്ചാരം. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമുക്ക് തന്നിരിക്കുക. എന്തോ അച്ചാരം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അച്ചാരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അഡ്വാൻസ് എന്നൊക്കെ വേണേ പറയാം. അഡ്വാൻസ്. ഈ പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ആ വാക്ക്. ആ വാക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു വിവാഹം നടക്കുന്നതിന് മുമ്പ് ഭർത്താവിന്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഈ പെണ്ണിന്റെ വീട്ടുകാർ കൊണ്ട് നഫറയുടെ ഭാഗമായി ഒരു അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നൊരു തുകയുണ്ട്. അതിനൊക്കെ പണ്ട് പറയുന്ന ഇന്ന് അച്ചാരം കൊടുക്കുക എന്നാ പറയുന്നത്. ഇപ്പം സ്ത്രീധനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം എങ്ങനെ തന്നിരിക്കുക? അച്ചാരം തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യാപാരപരമായ ഒരു വാക്കാണിത് കേട്ടോ. വ്യാപാരപരമായ ഒരു വാക്കാണിത് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം നടക്കുന്നതിന് മുൻപ് അത് സ്ഥിരീകരിക്കുന്നതിനായിട്ട് ആദ്യം നൽകുന്ന തുകയാണ് ഏത്? അച്ചാരം. അച്ചാരം. അപ്പൊ അതിന്റെ അർത്ഥം വളരെ വലിയ ആഴമായ ഒരു അർത്ഥമുണ്ട് അതിന് കേട്ടോ. ആ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ എല്ലാ സ്വർഗീയ മഹിമകൾക്കും എല്ലാ സ്വർഗീയ അവകാശങ്ങൾക്കും ദൈവമക്കൾ ആരായി തീർന്നിരിക്കുകയാണ്? അവകാശികളായി തീർന്നിരിക്കുകയാണ്. അത് ഭാവി ലഭിക്കേണ്ടതായിരിക്കുന്ന ഒന്നാണ്. എന്നാൽ അത് ലഭിക്കുമെന്നുള്ളതിന്റെ ഉറപ്പിന് വേണ്ടി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് എന്തായി തന്നിരിക്കുകയാണ്? അച്ചാരമായി തന്നിരിക്കുകയാണ്. അത് ഒരു അഡ്വാൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്.
ഇപ്പോഴായാലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ലാൻഡ് ക്രയവിക്രയം ചെയ്യുമ്പോൾ അതിന്റെ മുഴുവൻ തുകയും കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാറുണ്ട്? അഡ്വാൻസ് കൊടുക്കാറുണ്ട്, ഇല്ലേ? ആ അഡ്വാൻസ് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആന്തരികമായ അർത്ഥം എന്താണ്? ഒരു മുഴു തുകയും കൊടുക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ പക്കൽ എന്തെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും പ്രതിഫലവും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടോ, അതെല്ലാം പൂർണ്ണമായി ഭാവിയിൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ നമുക്കത് ലഭിക്കും എന്നുള്ളതിന്റെ ഒരു ഉറപ്പിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവെന്ന അച്ചാരം രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ ദൈവം നമുക്ക് നൽകുവാനായിട്ടിടയായത്. മനസ്സിലായോ? അപ്പോ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. ആ മുദ്ര കൊണ്ട് എന്താ വെളിപ്പെടുന്നത്? ഞാൻ എൻ്റെ ദൈവത്തിന്റെ വകയാണ്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. രണ്ടാമത്, അച്ചാരം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗീയ മഹിമകൾക്കും സ്വർഗീയ അവകാശങ്ങൾക്കും നാം പങ്കുള്ളവരായി മാറി കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അതെല്ലാം പൂർണ്ണമായി നമുക്ക് ലഭിക്കുമെന്നുള്ളതിന്റെ ഒരു ഉറപ്പായിട്ട് പരിശുദ്ധാത്മാവിന് നമുക്ക് എങ്ങനെ ലഭിച്ചിരിക്കുകയാണ്? അച്ചാരമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. 3, പരിശുദ്ധാത്മ സ്നാനം. പരിശുദ്ധാത്മ സ്നാനം. നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്റെ ശിഷ്യവൃന്ദങ്ങളോട് കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞു. എന്തുവാ അത്? എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് എന്ത് ചെയ്യരുത്? വാങ്ങിപ്പോകരുത്. ആ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സാക്ഷികളാകണം. കർത്താവ് അങ്ങനെ ഒരു വാഗ്ദത്തം കൊടുത്തിട്ടാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. ആ വാഗ്ദത്തം ലഭിച്ചത് മുതൽ ഏകദേശം 120 പേരടങ്ങുന്ന ഒരു സംഘം, സഭയല്ല സംഘം, അവര് എന്ത് ചെയ്തു? ഒരുമനപ്പെട്ട ഒരു മനസ്സോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മർക്കോസിന്റെ മാളിക മുറിയിൽ അവർക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. എന്താ അത്? കർത്താവ് പറഞ്ഞേച്ചു പോയ വാഗ്ദത്തം പ്രാപിക്കണം, അല്ലേ? ആ ഏക ഉദ്ദേശത്തോടു കൂടെ ആ 120 പേരടങ്ങുന്ന സംഘം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് പെന്തക്കോസ്ത് നാൾ വന്നു. അന്ന് എന്താ സംഭവിച്ചത് എന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ പ്ലീസ് വായിച്ചാട്ടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുള്ളവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. മതി. താങ്ക് യു. അപ്പോൾ കർത്താവ് പറഞ്ഞേച്ചു പോയതായ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നതായ
ആ 120 പേരടങ്ങുന്ന സംഘം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെന്തക്കോസ്താൾ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുവാനിടയായി. അവിടെ ഒരു പ്രത്യേക പദപ്രയോഗം ശ്രദ്ധിച്ചോ? വീട് മുഴുവനും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പൊ അവിടെ കൂടിയിരുന്നവരൊക്കെ എവിടെയാ? വീട് മുഴുവനും നിറഞ്ഞെങ്കിൽ ഇപ്പോൾ അവരെവിടെയാ? ആ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലാ. ഒരു വീട് മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളവരൊക്കെ എവിടാന്ന് അർത്ഥം? ആ വെള്ളത്തിനകത്താന്നല്ലേ അർത്ഥം? അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. അവരെന്ത് ചെയ്തു? അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ എല്ലാവരും അന്യഭാഷ പറഞ്ഞു തുടങ്ങിയെന്നേ ഉള്ളൂ, നിർത്തിയെന്നില്ല കേട്ടോ. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം അതാ, ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ അവിടെ അവർക്കുണ്ടായ അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. എന്ത്? പരിശുദ്ധാത്മ സ്നാനം. ഞാൻ ഒന്നുകൂടെ അതിനെക്കുറിച്ച് വിശദീകരിച്ചാൽ, ഇതെന്നെല്ലാം അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളും പല നിലകളിൽ പഠിപ്പിക്കുന്ന പഠനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഭാഗം ദൈവമക്കൾ വളരെ ഗഹനമായി മനസ്സിലാക്കണം. നമ്മള് ജലത്തിൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വെള്ളത്തിൽ മുങ്ങിയെന്നല്ലേ? അല്ലേ? സ്നാനം എന്നുള്ളതല്ല എന്റെ വിഷയം. എങ്കിലും ബാപ്റ്റിസോ എന്ന് പറയുന്ന ഒരു പദമാണ് മുഴുവൻ സ്നാനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം തളിക്കുകയോ കോരി ഒഴിക്കുകയോ ചെയ്തതല്ല, വെള്ളത്തിൽ മുങ്ങുക എന്നുള്ള അർത്ഥമാണ്. അതാണ് സ്നാനം എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവാകുന്ന ആ വെള്ളത്തോട് പരിശുദ്ധാത്മാവിനെ ഉപമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. ആ വെള്ളത്തിൽ നമ്മൾ മുഴുകൽ നടത്തി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ആ വാക്ക് ഞാൻ എടുത്തു പറഞ്ഞത്. വീട് മുഴുവനും പരിശുദ്ധാത്മാവുകൊണ്ട് നിറച്ചു. ഇപ്പൊ അവിടെ കൂടിയിരുന്നവരെല്ലാവരും എവിടെയാ? അതിനുള്ളിലാണ്, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് നിലയില്ലാത്തൊരു വെള്ളത്തിൽ, ഒരു കയത്തിൽ മുങ്ങിപ്പോയെന്ന് വിചാരിക്കുക. നമ്മൾ ആ വെള്ളത്തിനകത്ത അങ്ങനെ അവിടെ ഇരുന്നാൽ നമ്മള് വെള്ളം കുടിക്കത്തില്ലേ? കുടിക്കോ ഇല്ലയോ? കുടിക്കും. കാരണം നമ്മൾ വെള്ളത്തിൽ ജീവിക്കാൻ ഉണ്ടായ ജീവിയാണോ? അല്ല. നമ്മൾ കരയെ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അപ്പം വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ ഒരാൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു, അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലായ നമ്മൾ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തെന്നൊരർത്ഥം അവിടെ വരുന്നുണ്ട്. മനസ്സിലായോ? അക്ഷരികമായിരുന്ന വെള്ളത്തിൽ നമ്മൾ മുങ്ങിയിരുന്നാൽ, വെള്ളം കുടിച്ചാൽ ചാവും, മരിച്ചുപോകും. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ മരിക്കുന്നതിന് പകരം നമ്മളിൽ ജീവൻ ഉണ്ടാകുക. മനസ്സിലായോ? യോഹന്നാൻ 7:37 വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 7:37 വേഗം.
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവായിട്ട് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. മതി. താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞതായിരിക്കും ആശയവുമായിട്ട് ഈ വാക്യം തട്ടിച്ചു നോക്കിയാൽ, ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശു പറഞ്ഞതാ. എപ്പോഴാ പറഞ്ഞേ? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ. ഇസ്രായേലിന് ദൈവം കൊടുത്തതായ പ്രധാനപ്പെട്ട 7 പെരുന്നാളുകളുണ്ട്. അതിലേറ്റവും അവസാനത്തെ പെരുന്നാളാണ് കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാൾ. ആ കൂടാരപ്പെരുന്നാളിന്റെ അവസാന ദിവസം, അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 7 ദിവസമാണെന്ന് തോന്നുന്നു ആ പെരുന്നാൾ. അതാ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളെന്ന് പറയുന്നത് കൂടാരപ്പെരുന്നാൾ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തതായ 7 പെരുന്നാളുകളിൽ അവസാനത്തെ പെരുന്നാളായ കൂടാരപ്പെരുന്നാളിനെ കുറിച്ചാണ്. അതിന്റെ ഒരു പശ്ചാത്തലം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ ഗ്രഹിക്കാൻ കഴിയും. ഈ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ ദിവസം, കൂടാരപ്പെരുന്നാളിന്റെ അവസാന ദിവസം, മഹാപുരോഹിതനും സാധാരണ ഇസ്രായേൽ ജനങ്ങളും കൂടെ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് അവരൊരു ഘോഷയാത്ര നടത്തും. ഷീലോഹ എന്ന് പറയുന്ന ആ കുളത്തിന്റെ അടുത്തേക്കായി ഘോഷയാത്ര. അത് അല്പദൂരമുണ്ട്. അപ്പൊ ദേവാലയത്തിൽ നിന്ന് മഹാപുരോഹിതൻ ഉൾപ്പെടെ ഈ ജനം ആ ഘോഷയാത്ര നടത്തുമ്പോൾ ഈ മഹാപുരോഹിതന്റെ കയ്യിൽ ഒരു ചെറിയ സ്വർണ്ണക്കുടമുണ്ട്. സ്വർണ്ണ കുടം. അതുകൊണ്ടാണ് മഹാപുരോഹിതൻ അങ്ങോട്ട് പോകുന്നത്. ശിലോം കുളത്തിൽ എത്തിക്കഴിഞ്ഞാൽ മഹാപുരോഹിതൻ ആ ശിലോം കുളത്തിൽ നിന്ന് വെള്ളം കോരി കുടത്തിൽ നിറയ്ക്കും. എന്നിട്ട് ആ കുടവും ചുമന്നുകൊണ്ടാണ് മഹാപുരോഹിതൻ തിരിച്ച് ദേവാലയത്തിലേക്ക് വരുന്നത്, ജനമെല്ലാം കൂടെ. പക്ഷെ ഒരു കാര്യം, ഈ യാത്രകളിൽ എത്ര ദാഹിച്ചാലും അവർ വെള്ളം കുടിക്കുകയില്ല. ആ പെരുന്നാളിന്റെ ഒരു സ്വഭാവം, ഒരു പ്രത്യേകതയാണ്. അതെന്തിന് കുടിക്കുന്നു ചോദിച്ചാൽ, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വന്നപ്പോൾ അവർ ദാഹിച്ചെന്നുള്ളതിന്റെ ഒരു ഓർമ്മയാണ്. അവർ ദാഹം അനുഭവിച്ചെന്നുള്ളതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അവർ വെള്ളം കുടിക്കാതെ വരുന്നത്. അതിന്റെ ഒരു ഓർമ്മ പെരുന്നാളും കൂടിയാണ് ഈ കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അവർ സ്വന്തം വീടുകളിലല്ല താമസിക്കുന്നത്. അവരുടെ പറമ്പിലും മുറ്റത്തൊക്കെ ചെറിയ കൂടാരം ഉണ്ടാക്കും. ഈ അത്തിവൃക്ഷത്തിന്റെ ഒക്കെ കൊമ്പുകൾ വെട്ടി ചെറിയ കൂടാരം ഉണ്ടാക്കി അതിനകത്ത് അവർ താമസിക്കുന്നത് ആ 7 ദിവസം. അതിന്റെ ഒടുവിലത്തെ ദിവസമാണ് ഈ ഒരു കർമ്മം. അങ്ങനെ ശിലോം കുളത്തിൽ നിന്ന് കുടത്തിൽ കൊണ്ടുവരുന്ന വെള്ളം മഹാപുരോഹിതൻ ഈ യാഗപീഠത്തിന്റെ മേൽ ചുറ്റും ഒഴിക്കും. അതാണ് അന്ന് നടക്കുന്നതായിരിക്കുന്ന ആ ഒരു അനുഷ്ഠാനം. അപ്പൊ യേശു ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് കർത്താവ് മാറി നിന്നിട്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവനല്ല എന്ത് ചെയ്യട്ടെ? എന്റെ അടുക്കൽ വരട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ആ വാക്യം ഈ കൂടാരപ്പെരുന്നാളിന്റെ അവസാന ദിവസത്തിൽ ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, എന്നിലൊരുവൻ വിശ്വസിച്ചാൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി, പരിശുദ്ധാത്മാവിന്റെ നദി അവനിൽ നിന്ന്, അവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകും എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞതായിരിക്കുന്ന ആശയവുമായിട്ടൊന്ന് യോജിപ്പിച്ച് പറഞ്ഞാൽ, ആ മർക്കോസിന്റെ മാളിക മുറിയിൽ, ആ മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്ന ഏകദേശം 120 പേരടങ്ങുന്ന സംഘം
പരിശുദ്ധാത്മാവിനെ അവർ ഉള്ളിലേക്ക് പാനം ചെയ്തു. അങ്ങനെ പാനം ചെയ്തതായിരിക്കുന്ന ദൈവമക്കളിൽ കൂടെ അത് വെളിയിലേക്ക് പിന്നെ ഒഴുകാനിടയായി. അത് അന്യഭാഷയായിട്ട് വെളിയിൽ വന്നു. അവരന്യഭാഷയിൽ സംസാരിച്ചു. അതിന്റെ ഒരു പശ്ചാത്തലം കൂടെ പറഞ്ഞെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. അതായത് സമാഗമന കൂടാരം നമ്മൾ പഠിച്ചല്ലോ. ആ സമയത്ത് പഠിച്ചൊരു കാര്യമുണ്ട്. പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന ഒന്നാമത്തെ ഉപകരണം യാഗപീഠവും രണ്ടാമത്തെ ഉപകരണം താമ്രത്തൊട്ടിയും ആണ്. നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചതാ. ആ പഠിച്ചത് ഇപ്പോഴും ഓർമ്മ കാണൂ? ഉണ്ട്. അപ്പോ സമാഗമന കൂടാരത്തിൽ താമ്രത്തൊട്ടി ആയിരുന്നുവെങ്കിൽ ശലോമോൻ ആലയം പണിതപ്പോൾ അതിന് പകരം എന്തായിരുന്നു? താമ്രക്കടൽ. അന്ന് ഞാൻ ഓർപ്പിച്ചതാ. നിങ്ങളുടെ ഓർമ്മയിൽ കാണും. താമ്രക്കടൽ. ആ താമ്രക്കടൽ എവിടെ വെച്ചിരുന്നത്? 12 കാളകളുടെ പുറത്താ. ഓർമ്മയുണ്ടോ? പറഞ്ഞതാ, ഞാനന്ന് പറഞ്ഞതാ. 4 വശത്തേക്കും പുറകുവശം ഉള്ളിലായി വെളിയിലേക്ക് തല വരത്തക്കവണ്ണം താമര കൊണ്ടുണ്ടാക്കിയ കാള. ഓരോ വശത്തേക്കും 3 കാളകൾ തിരിഞ്ഞു നിൽക്കുക. തെക്ക് വശത്ത് 3, വടക്ക് വശത്ത് 3, കിഴക്ക് വശത്ത് 3, പടിഞ്ഞാറ് വശത്ത് 3. ഇങ്ങനെ കാളകൾ വെളിയിലേക്ക് നിൽക്കുക. അപ്പൊ ഈ താമ്രക്കടലിൽ കാളകളുടെ മേലാ വെച്ചിരിക്കുന്നത്. ആ താമ്രക്കടലിൽ നിന്ന് ഈ 12 കാളകളുടെ വയറ്റിലേക്ക് പൈപ്പ് സിസ്റ്റം വെച്ചിരിക്കുക. അപ്പൊ താമ്രക്കടലിൽ ഒഴിക്കുന്ന വെള്ളം പൈപ്പ് വഴി എവിടെ വരും? ഈ കാളകളുടെ വയറ്റിൽ നിറയും. എന്നിട്ട് പുരോഹിതന്മാർക്ക് ഉപയോഗിക്കാനായിട്ട് കാളകളുടെ വായിലേക്ക് ടാപ്പ് പിടിപ്പിച്ചിരിക്കുക, പൈപ്പ് പിടിപ്പിച്ചിരിക്കുക. അപ്പൊ കാളകളുടെ വായിൽ വെച്ചിരിക്കുന്ന ടാപ്പ് തുറന്നാൽ വെള്ളം അവർക്ക് ഉപയോഗിക്കാം. അതാണ് യേശു ഇവിടെ പറഞ്ഞ തിരുവെഴുത്ത് പറയുന്നത് പോലെ. തിരുവെഴുത്ത് എന്ന് പറഞ്ഞ പഴയ നിയമമല്ലേ? ദൈവവചനമല്ലേ? തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ അർത്ഥം ഇതിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീയ അർത്ഥം സ്വർഗത്തിലെ താമ്രക്കടലിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന വെള്ളം വിശ്വാസിയുടെ ഉള്ളിലേക്ക് ദൈവം പകർന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടുമ്പോൾ തിരുവെഴുത്ത് പറയുന്നത് പോലെ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം? ജീവജലത്തിന് നദികൾ വെളിയിലേക്ക് ഒഴുകണം. അപ്പൊ മനസ്സിലായോ? കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം അതാ. നാം കഴിഞ്ഞ നാളുകളിൽ ആത്മസ്നാനം പ്രാപിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അത് അന്യഭാഷയായിട്ട് എന്ത് ചെയ്തു? വെളിയിലേക്ക് വരുവാനായിട്ടിടയായി. അതാണ് വാസ്തവത്തിൽ ആത്മസ്നാനം എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന വാക്യങ്ങൾ എഴുതിക്കോണം. ആത്മസ്നാനത്തിന് ഉപയുക്തമായി നിൽക്കുന്ന ചില വാക്യങ്ങൾ പറയാം. ആ വാക്യങ്ങൾ എഴുതിക്കോണം. മത്തായി 3:11. വേഗം എഴുതിക്കാട്ടെ. മത്തായി 3:11, മാർക്കോസ് 1:8, ലൂക്കോസ് 3:16, യോഹന്നാൻ 1:33, യോഹന്നാൻ എത്രയാ സ്ഥലം പറഞ്ഞു? യോഹന്നാൻ 1:33.
അപ്പോസ്തലപ്രവൃത്തി 1:5, അപ്പോസ്തലപ്രവൃത്തി 11:16. അപ്പോൾ ഒരു കാര്യം ഗ്രഹിച്ചോണം, ആത്മസ്നാനം എന്ന് പറയുന്നതായ ഈ പ്രക്രിയ ഒരു വിശ്വാസിയിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഒരു അനുഭവമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് വേണമെങ്കിലും പറയാം. ആത്മസ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവ് എന്ന് വേണമെങ്കിലും പറയാം. അത് ഒരു വിശ്വാസിൽ ഒരു പ്രാവശ്യം നടക്കുന്ന ഒരനുഭവമാണ്. എന്നാൽ പിന്നീട് ആ വ്യക്തി എന്ത് ചെയ്യണം? തുടർമാനമായ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. അതാ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഒന്നിലധികം പ്രാവശ്യം ആത്മസ്നാനം പ്രാപിക്കുന്നില്ല, ഒരു പ്രാവശ്യം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു അനുഭവമാണ്. എനിക്ക് ഈ സെപ്റ്റംബർ മാസം, ഇത് സെപ്റ്റംബർ മാസമാണല്ലോ, 28-ാം തീയതി ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ട് 53 വർഷം തികയുക. 53 വർഷം. 1971 സെപ്റ്റംബർ മാസം 28-ാം തീയതി എനിക്ക് ആത്മസ്നാനം പ്രാപിപ്പാനിടയായി. അതൊരിക്കൽ മാത്രം ഉണ്ടായ അനുഭവമാണ്. പക്ഷെ ഈ 53 വർഷം ആത്മാവിന്റെ നിറവ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. കർത്താവിന്റെ വരവ് വരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ആത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് പ്രത്യേക ദൈവമക്കൾ ഓർക്കേണ്ടതായിരിക്കുന്ന സംഗതിയാണ്. പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കാത്ത ആരെങ്കിലും ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വെക്കണം. ആത്മാവിന്റെ മുദ്രയുണ്ട്, ആത്മാവിന്റെ അച്ചാരമുണ്ട്. ഇത് ആത്മസ്നാനം അല്ല കേട്ടോ. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം മുദ്രയിടുകയും അച്ചാരമായി തരികയും ചെയ്യുന്ന കാര്യമാണെങ്കിലും വീണ്ടും നമ്മൾ ആത്മസ്നാനം പ്രാപിക്കണം. അത് കാത്തിരുന്ന് പ്രാപിക്കണം. അങ്ങനെ പ്രാപിക്കാത്തവർ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ കാത്തിരുന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യണം? പ്രാപിക്കണം, ആത്മസ്നാനം പ്രാപിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതോടനുബന്ധിച്ച് പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പാലിക്കണം എന്ന് പെട്ടെന്ന് പറയാം. ആത്മസ്നാനം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മസ്നാനം പ്രാപിപ്പാനായിട്ട് എന്തൊക്കെ ചെയ്യണം അത് ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, മാനസാന്തരപ്പെടണം. അപ്പോസ്തലപ്രവൃത്തി 2:38. അപ്പോസ്തലപ്രവൃത്തി 2:38. നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. 2, വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? എനിക്ക് വേണ്ടി ദൈവം നൽകുന്ന ഒരു അനുഭവമാണ് എന്ന് വിശ്വസിക്കണം. അതാ നമ്മൾ മുമ്പേ വായിച്ചത്. യോഹന്നാൻ 7:37. എന്താ വായിച്ചത്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് എന്നല്ലേ അവിടെ വായിച്ചു. അപ്പോൾ രണ്ടാമതായിട്ട് വിശ്വസിക്കണം.
അപ്പോസ്തല പ്രവൃത്തി 19:2, ഗലാത്യർ 3:2. ഇവ രണ്ടു കാര്യം പറഞ്ഞില്ലേ? ഒന്ന്, മാനസാന്തരപ്പെടണം, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. രണ്ട്, വിശ്വസിക്കണം, എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു അനുഭവമാണെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ കിട്ടുകയില്ല. മൂന്ന്, അനുസരിക്കണം. അപ്പോസ്തലന്മാരെല്ലാവരും ഈ അനുഭവം പ്രാപിച്ചത് എന്തുകൊണ്ടാ? കർത്താവ് പറഞ്ഞ വാക്കിനെ ചോദ്യം ചെയ്യാതെ അവരെല്ലാവരും അനുസരിച്ചു, അല്ലേ? അപ്പൊ അനുസരിക്കണം. അടുത്തത്, പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ആവശ്യമാണ്. ലൂക്കോസ് 11:13. ആ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 11:13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. മതി, താങ്ക് യു. ഇവിടെ കർത്താവ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ കർത്താവ് പറയുകയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാനായിട്ട് അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എത്രയധികം തരും. ഇപ്പൊ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ, പ്രാപിച്ചിട്ടില്ലാത്തവർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ചു വെക്കുകയ. അപ്പോസ്തല പ്രവൃത്തി 9:9 തൊട്ട് 17 വരെ നോക്കിയാൽ പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ചു. അതുപോലെ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവൃത്തി 4:31. അത് തന്നെയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ കർത്താവ് പറയുന്ന ആ ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ വായിച്ചത്, അല്ലേ? ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിലും കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച ലൂക്കോസ് 11-ാം അധ്യായത്തിൽ ആ വാക്യം തന്നെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കും. അടുത്തൊരു കാര്യം കൂടെ, ദാഹം ആവശ്യമാണ്. ദാഹിക്കണം. യോഹന്നാൻ 7:37 കർത്താവ് അതല്ലേ പറഞ്ഞേ? ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ എന്നല്ലേ കർത്താവ് പറഞ്ഞേ? അപ്പൊ പരിശുദ്ധാത്മാവിനെ എനിക്ക് പ്രാപിക്കണം എന്നുള്ള ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. എന്തിന്? പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ.
ഇത്രയും കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഇനി നമ്മൾ ചിന്തിക്കാനുള്ളത് പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യങ്ങളെ സംബന്ധിച്ചാണ്. പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യങ്ങൾ എന്നല്ല. ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയം വളരെ ആഴമായി, ഗഹനമായി, വളരെ ആഴമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇന്ന് അതിന്റെ ചില ഭാഗങ്ങളൊന്ന് തൊട്ടത് മാത്രമേ ഉള്ളൂ. വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഈ കാര്യം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പല കാര്യങ്ങളോട് സാമ്യപ്പെടുത്തി ദൈവം എന്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? സാമ്യപ്പെടുത്തി അലങ്കാര ഭാഷയിൽ ഉപമാന പദമായിട്ട് യേശുവിനെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. അപ്പൊ കർത്താവിന് മുന്തിരിവള്ളിയോട് എന്ത് ചെയ്തിരിക്കുക? സാമ്യപ്പെടുത്തിരിക്കുക. മറ്റൊരവസരത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം പറഞ്ഞിട്ടില്ലേ? കുഞ്ഞാട് യേശുവിനെ കുറിച്ച് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? കുഞ്ഞാട്. അതുപോലെ പരിശുദ്ധാത്മാവിനെയും പല കാര്യങ്ങളോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ സാമ്യപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം കാറ്റിനോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിൽ മതി. താങ്ക് യു. അപ്പൊ ഇവിടെ നിക്കോദെമോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ ആ നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞതായ ഒരു കാര്യം ഇവിടെ വായിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിനെ എന്തിനോട് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ്? കാറ്റിനോട് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ്. ആ അവസരത്തിൽ ഒരു കാര്യം കൂടെ ദൈവമക്കൾ മനസ്സിലാകണം. ആത്മാവ് എന്നതിനും കാറ്റ് അഥവാ ശ്വാസം എന്നതിനൊക്കെ മൂലഭാഷയിൽ ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരാൾ വീണ്ടും ജന്മം പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണമെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആരും അറിയുന്നില്ല. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം എഹെസ്കേൽ പ്രവചനം, ഈ വാക്യം എഴുതിയെടുത്തോണേ. എഹെസ്കേൽ പ്രവചനം 37:9-10. അവിടെ താഴ്വരയിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു അസ്ഥികൂടം, അസ്ഥി കഷണങ്ങൾ അല്ലെ? ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എഹെസ്കേലിനെ ദൈവം ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അവിടെ പ്രവാചകൻ എന്താ കണ്ടത്? ആ താഴ്വരയിൽ ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ, യാതൊരു ക്രമവുമില്ലാതെ, ചേർച്ചയില്ലാതെ വേർപെട്ട് കിടക്കുന്ന
ആ അസ്ഥി കഷണങ്ങൾ ദൈവം എസ്കറിനോട് ചോദിച്ചു, ഇത് ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, അത് നിനക്കറിയാം. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ കാറ്റിനോട് പ്രവചിക്ക, അല്ലേ? ആ കാറ്റ് ഈ അസ്ഥിമേൽ അടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അസ്ഥിയോട് ചേരാനിടയായി. ഒരു മനുഷ്യ ശരീരത്തിന്റെ ഘടന അനുസരിച്ച് അസ്ഥികൾ യോജിച്ചു. അവസാനം ഒരു ജനസമൂഹമായിട്ട് അത് മാറാനിടയായെന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് പഴയ നിയമ ഇസ്രായേലിന്റെ അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അവിടെ പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എന്തിനോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്? ആ കാറ്റിനോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2, പ്രാവിനോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രാവിനോട് ഒന്ന് വായിച്ചേ, ലൂക്കോസ് 3:22 വാക്യം വായിച്ചേ. ലൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് 22 വായിക്കാമോ? യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. ലൂക്കോസ് 3:22 അല്ല, സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപ്പെട്ട. അതെ, അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്വർഗം തുറന്ന് എങ്ങനെ ഇറങ്ങി വന്നേ? പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു എന്നാണ് വായിച്ചത്. അപ്പൊ പ്രാവിനോട് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രാവിനെ ചിത്രീകരിക്കുന്നത് കളങ്കമില്ലാത്തൊരു പക്ഷിയായിട്ടാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് കളങ്കമില്ലാത്ത ഒന്നാണെന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അടുത്തത്, എണ്ണയോട് പരിശുദ്ധാത്മാവിനെ സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണ. വാക്യം എഴുതിക്കോണേ. പുറപ്പാട് പുസ്തകം 4:15. ഒന്ന് ശമൂവേൽ 10:1. ഇവിടെ തൈലം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ എന്നുള്ള വാക്കിന് പകരം തൈലം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പഴയ നിയമം നാം പഠിക്കുമ്പോൾ 3 കൂട്ടരെ തൈലം കൊണ്ട്, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? പുരോഹിതൻ, പ്രവാചകൻ, രാജാവ്. ഈ 3 കൂട്ടരെ അഭിഷേക തൈലം ഒഴിച്ച് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? അഭിഷേകം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എണ്ണ ദൈവവചനത്തിൽ പഠിക്കുമ്പോൾ അഭിഷേകത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം നമ്മെ എന്ത് ചെയ്യും? അഭിഷേകം ചെയ്യും എന്ന അർത്ഥത്തിലാണ് എണ്ണ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ. അപ്പം പരിശുദ്ധാത്മാവിന് സാമ്യമായിട്ട് എത്ര കാര്യമാണ് പറഞ്ഞേ? 1 കാറ്റ്, 2 പ്രാവ്, 3 എണ്ണ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ
ഞാൻ ചിലതൊക്കെ ചോദിച്ചെന്ന് വരും. അപ്പം ഇതെല്ലാം പറയാനായിട്ടുള്ള